വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം വി.ഡി. സതീശൻ്റെ സത്യപ്രതിജ്ഞയിൽ വന്ദേ മാ ഈ നാഷണൽ സോങ് ഉപയോഗിച്ചായിരുന്നു അവർ. അപ്പം ഇത് മാത്രമല്ല, ഇപ്പം എന്താ പറയുക, മുഹമ്മദ് റിയാസ് ഇതുമായി ബന്ധപ്പെട്ടെങ്ങാണ്ട് FBയിൽ പോസ്റ്റ് ഇട്ടുക്കണം. അത് മാത്രമല്ല, ഇപ്പോൾ DMKയുടെ തമിഴ്നാട്ടിൽ നോക്കുകയാണെങ്കിൽ അവിടെയും വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇതൊരു വലിയ ഇഷ്യൂ ആയിരുന്നു. DMK ഈ സാധനമായിട്ട് മുമ്പോട്ട് വരുന്നു. അപ്പോൾ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളോട് ഈ സാധനം പോകുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഈ സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണോ, അതല്ല ഇതിൽ മറ്റു മതങ്ങൾക്ക് വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് യോജിക്കാൻ പറ്റാത്ത എന്തെങ്കിലും സാധനം ഈ കണ്ടന്റിലുണ്ടോ? ഇതിപ്പം വന്ദേമാതരവും നമ്മുടെ നാഷണൽ ആന്തത്തെയും തുല്യ പദവി നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭ 2-3 ദിവസം മുമ്പ് കൂടിയ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ദേശീയ ചിഹ്നങ്ങളെ അവഹേളിക്കുന്ന നിയമത്തിൽ ഒരു ഭേദഗതിയും കൂടി വരുത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. വന്ദേമാതരം പാടുന്നതിനെ തടസ്സപ്പെടുത്തുകയോ വന്ദേമാതരത്തെ ഏതെങ്കിലും രീതിയിൽ അവഹേളിക്കുകയോ ചെയ്യുന്നതിനെ കോഗ്നിസിബിൾ ഒഫൻസ് ആയിട്ട്, അതായത് ജാമ്യമില്ലാ വകുപ്പായിട്ട് ഉൾപ്പെടുത്തുന്നുള്ളൊരു ഭേദഗതി ഇതിൽ വരുത്താൻ പോവുകയാണ്. അപ്പം അത് അവതരിപ്പിക്കാൻ പോവുകയാണ്. അത് മാത്രമല്ല, ഇപ്പം ബംഗാളിൽ സുവേന്ദു അധികാരി വന്നതിന് ശേഷം ഇപ്പം അവിടെയുള്ള സ്കൂളുകൾക്കൊക്കെ, പ്രൈവറ്റ് ഗവൺമെൻറ് സ്കൂളുകൾക്കൊക്കെ സർക്കുലർ പോലും കൊടുത്തിരിക്കുകയാണ്. നിർബന്ധമായിട്ട് മുഴുവൻ 3 മിനിറ്റ് 10 സെക്കൻഡാണ് മുഴുവൻ പാടുമ്പോൾ അതിൻ്റെ ടൈം ഡ്യൂറേഷൻ മുഴുവനായിട്ട് ഈ വിവാദ ഭാഗങ്ങൾ ഉൾപ്പെടെ പാടണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കുറേയധികം നീക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഡിസംബറിലാണ് കേന്ദ്ര സർക്കാർ ഒരു പ്രോട്ടോകോള് പുറത്തിറക്കിയത്. വന്ദേമാതരം നമ്മുടെ നാഷണൽ ആന്തത്തിന് മുമ്പായിട്ട് മുഴുവനായിട്ട് പാടണമെന്ന്. അത് സുപ്രീം കോടതിയുടെയൊക്കെ ഒരു തീരുമാനത്തിനനുസരിച്ചിട്ടാണ്, അവരുടെയൊക്കെ നിർദ്ദേശത്തിനനുസരിച്ചിട്ടാണ് അത്തരത്തിലുള്ളൊരു പ്രോട്ടോകോൾ ഇറക്കിയത്. 2017 ഇത്തരത്തിൽ മുഴുവനായിട്ട് പാടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിലൊക്കെ, അതോടൊപ്പം തന്നെ മദ്രാസ് ഹൈക്കോടതിയിലൊക്കെ ഹർജികളൊക്കെ പലരും സമർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 2017 മദ്രാസ് ഹൈക്കോടതി തമിഴ്നാട് സർക്കാരിനോട് ഇത്തരത്തിലൊരു നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ടായി. സ്കൂളുകളിൽ മുഴുവനായിട്ട് ഇത് പാടണം, വന്ദേമാതരം നമ്മുടെ നാഷണൽ ആന്തത്തിന് മുമ്പായിട്ട് എന്നൊക്കെ. ഇതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ഈ ഒരു വിഷയം ഇവിടെ എത്തി നിൽക്കുന്നത്. VD സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയിലേക്ക് അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ, പിണറായി വിജയൻ ഉൾപ്പെടെ, ഷാഫി പറമ്പിൽ ഉൾപ്പെടെ എല്ലാവരും ഇതിൻ്റെ മുഴുവൻ വരികൾ പാടുന്നതായിട്ട്, അതിൽ കൃത്യമായിട്ട് പാടിയത് ഗവർണർ മാത്രമാണ്. രാജേന്ദ്ര അർലേക്കറാണ് മുഴുവനായിട്ട്, അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബാക്കി ആർക്കും മുഴുവനായിട്ട്, എനിക്ക് പേഴ്സണലി ഇപ്പം എൻ്റെ അടുത്ത് വന്ദേമാതരം മുഴുവൻ വരികൾ പാടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. പല ആളുകൾക്കും അറിയില്ല. കാരണം നമ്മളിത് മുഴുവനായിട്ട് പാടിയിട്ടുള്ള ശീലം നമുക്കില്ല. നമുക്ക് ഈ 2 സ്റ്റാൻസ് മാത്രമാണ് പാടിയിട്ടുള്ള ശീലം. അപ്പം ആ ശീലത്തെ മാറ്റണമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്, നിർബന്ധിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന് പിന്നിലുള്ള അജണ്ട? ഇതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. മുഹമ്മദ് റിയാസും അതാണ് ചോദിക്കുന്നത്. നമ്മളെ SFIയുടെ സഖാവ് സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദും ചോദിക്കുന്നത് അതാണ്, എന്താണ് ഇതിന് പിന്നിലുള്ള അജണ്ട? ഇത് കൃത്യമായിട്ട് ഒരു മതവർഗീയത അടിച്ചേൽപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഒരു സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണെന്നൊക്കെയാണ് ഇവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതൊരു കുത്തിത്തിരിപ്പായിട്ട് വിലയിരുത്തുന്നവരുണ്ട്. ഇത് പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ്, അതിനെ അങ്ങനെയല്ല കാണേണ്ടത് എന്ന് കരുതുന്നവരും ഉണ്ട്. പക്ഷേ നമുക്കിതൊരു കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ എന്തിനാണ് ഈ ഒരു സാഹചര്യത്തിൽ, കാരണം കഴിഞ്ഞ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ്, ആ വേദി എന്ന് പറയുന്നത് വളരെ മനോഹരമായിരുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഗംഭീരമായിട്ടുള്ള കിടിലൻ പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ആശാ വർക്കർമാർക്ക് 3000 രൂപ വർദ്ധിപ്പിക്കുന്നു. അതേപോലെ മറ്റ് പല തൊഴിലാളികൾക്കും അവരുടെ പൈസ ഇനത്തിൽ വേതന ഇനവ് വർദ്ധിപ്പിക്കുന്നു. 15-ാം തീയതി സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര പ്രഖ്യാപിക്കുന്നു. ഏറ്റവും വളരെ മനോഹരമായിട്ടുള്ളൊരു തീരുമാനം എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവർണറുടെ പോലും ഒരു തീരുമാനത്തെ മറികടന്നുകൊണ്ട് ഈ സത്യപ്രതിജ്ഞ വേദിയിൽ പ്രതിപക്ഷത്തിന് ഒരു സീറ്റ് കൊടുത്തു എന്നുള്ളതാണ്. ഫ്രണ്ട് സീറ്റിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നു, രാജീവ് ചന്ദ്രശേഖർ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നമ്മുടെ ഗോവിന്ദൻ മാഷ് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ബിനോയ് വിശ്വം ഉണ്ടായിരുന്നു, പല ആളുകളും ഉണ്ടായിരുന്നു. സാധാരണ ഇവരൊക്കെ താഴത്താണ് ഇരിക്കുക, താഴത്ത് ഇരുന്നിട്ടാണ് ഈ സത്യപ്രതിജ്ഞ കാണുന്നത്.
പക്ഷേ അവർക്കൊരു തുല്യ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും തുല്യ പ്രാധാന്യമാണ് ഭരണത്തിലുള്ളത് എന്ന് പറയുന്ന ഒരു റെസ്പെക്റ്റ് ആണ് അവിടെ VD കാണിച്ചിരിക്കുന്നത്, ആ സർക്കാർ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇവിടെ പറയുന്നത്, നാഷണൽ ആന്തത്തിനും മാതരത്തിനും തുല്യ പ്രാധാന്യം നൽകണം. ഇത് രണ്ടും ഒരുമിച്ച് പാടേണ്ടതാണ്. പക്ഷെ ആദ്യം പാടേണ്ടത് വന്ദേ മാതരമാണ് എന്നുള്ളത്. ഇനി ഫാസ് ചോദിച്ചൊരു ചോദ്യം, എന്താണ് ഇതിലെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം? ഈ വരികൾ 2 സ്റ്റാൻസ കുഴപ്പമില്ല, അത് എല്ലാവർക്കും പാടാം, സ്ഥിരമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നതാണ്. ഏറ്റവും ആദ്യം ചരിത്രത്തിൽ ഇതിനെതിരെ രംഗത്ത് വന്നത് ആരാണ്? രംഗത്ത് വന്നത് മുസ്ലിം ലീഗാണ്, മുഹമ്മദ് അലി ജിന്നയൊക്കെയാണ്. ജിന്നയ്ക്ക് ഈ 2 സ്റ്റാൻസ് പോലും പുള്ളിക്കാരന് ഇഷ്ടമല്ലായിരുന്നു. ജിന്ന ഈ 2 സ്റ്റാൻസിനെയും എതിർത്തിട്ടുണ്ടായി. ഇത് പാടാനേ പാടില്ല, ഇതൊരിക്കലും യോജിക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിലവാരമായിരുന്നു ജിന്നയ്ക്ക്. അപ്പം ഏറ്റവും ആദ്യം ഇതിനെതിരെ രംഗത്ത് വന്നത് ലീഗാണ്. അപ്പം ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീജിയസ് കൊണോട്ടേഷൻ ഇതിലുണ്ട് എന്നുള്ളതാണ്. അപ്പം ദുർഗ, സരസ്വതി, ലക്ഷ്മി തുടങ്ങിയ ദേവതകളെ ഈ 2 ശേഷമുള്ള വരികളിൽ പ്രതിപാദിക്കുന്നുണ്ട്. അത് മറ്റ് മതവിഭാഗങ്ങൾക്ക് പ്രശ്നമാകും, അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു ചരിത്രപരമായിട്ട് പലരും എടുത്ത തീരുമാനം. ഇപ്പോൾ ഒരു കാലത്ത് ഇപ്പോൾ 80s അതായത് 1800 എനിക്ക് തോന്നുന്നു 1860 ആ കാലഘട്ടങ്ങളിൽ രവീന്ദ്രനാഥ് ടാഗോർ പോലും 1896 കൽക്കട്ട സമ്മേളനത്തിൽ പൂർണ്ണമായിട്ട് ഇതിൻ്റെ വരികൾ രവീന്ദ്രനാഥ് ടാഗോർ ആലപിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഊർജ്ജസ്വലത നൽകുന്ന ഒരു ഗാനമായിരുന്നു ഈ വന്ദേ മാതരം എന്ന് പറയുന്നത്. അപ്പം ആദ്യ കാലങ്ങളിലൊന്നും ഇതിന് യാതൊരു തരത്തിലുള്ള എതിർപ്പും ഉണ്ടായിരുന്നില്ല, എല്ലാവരും ഇത് ഏറ്റുപാടിയിട്ടുണ്ട്. അന്നൊന്നും ആർക്കും ഇതൊരു റിലീജിയസ് പ്രശ്നമോ കാര്യമോ ഒന്നും ആയിരുന്നില്ല. അന്ന് ഒരു ദേശീയ വികാരം ഉണർത്തുന്ന ഒരു വലിയ ഗാനമായിരുന്നു. ആൻറ്റി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ളൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വലിയ ഗാനമായിരുന്നു. പിന്നീട് ഇങ്ങോട്ടാണ് ഇത് വിവാദമായി മാറുന്നത്. മുസ്ലിം ലീഗ് രംഗത്ത് വരുന്നു, അവരുടെ മതവുമായി ബന്ധപ്പെട്ടിട്ട് ഇത് പലർക്കും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നൊരു വിഷയം വരുന്നു. പിന്നീട് അതിനനുസരിച്ചിട്ട് മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ് ടാഗോറും ഒക്കെ നിലപാട് മാറ്റുകയാണ്. നിലപാട് മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയാണ്, അവർക്ക് അത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ 2 സ്റ്റാൻസ് മതി എന്ന് പറഞ്ഞ ഒരു ടോളറൻസിൻ്റെ ഒരു നിലപാട് മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ് ടാഗോറും അല്ലെങ്കിൽ മറ്റു പല നേതാക്കളും സ്വീകരിക്കുന്നു. പിന്നീട് അത് 2 മാത്രം പാടിയാൽ മതി എന്ന് പറയുന്നൊരു നിലയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത്. ഇപ്പം വീണ്ടും ഇത് മുഴുവനായിട്ട് പാടണം എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് മാറുകയാണ്. ഇതെവിടെ പ്രശ്നം വരുന്നത് പറയാം. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1498 ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ വരുന്നത്. അവിടെ വരുമ്പോൾ ഇത് പിന്നീട് ഒരു കോളനിയായി മാറുകയാണ്. അപ്പൊ അന്ന് ഇവരുടെ പൊതുശത്രു പിന്നീട് 1600-കളിലാണ് ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നത്. അപ്പം അവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഇവരെ പൊതുശത്രു ബ്രിട്ടീഷുകാരാണ്. അന്ന് ഇവിടെ ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇവരെല്ലാവരും കൺസോളിഡേറ്റ് ആണ്. അപ്പം അവരുടെ ഏക എനിമി എന്ന് പറയുന്നത് അവിടെ ബ്രിട്ടീഷുകാർ മാത്രമാണ്, അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന ഒരു അധിനിവേശ ശക്തികൾ മാത്രമാണ്. പിന്നീട് ഇവർക്കെതിരെ ചെയ്യുന്നു, ഈ സാധനങ്ങളെല്ലാം തീരുന്നു, വിഭജനം നടക്കുന്നു, ഇന്ത്യ പാകിസ്ഥാൻ നടക്കുന്നു. സ്വാഭാവികമായിട്ടും അവരുടെ പൊതുശത്രു പോയി കഴിഞ്ഞു. പിന്നെന്ത്? കാരണം ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുമ്പോൾ ഉണ്ടാക്കി വെച്ച കുറച്ച് ഹിന്ദു മുസ്ലിം പോളറൈസേഷൻ്റെ കുറേ പ്രശ്നങ്ങൾ, വിഭജനത്തിൻ്റെ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ മുറിവുണ്ടാവും. ഹിന്ദുക്കൾക്കിടയിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും ഹിന്ദു മുസ്ലിം ആയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ പോലെ വിഭജനത്തിൻ്റെ കാരണവും ബ്രിട്ടീഷുകാർ വെട്ടിമുറിച്ച സാധനങ്ങളും പല പ്രശ്നങ്ങൾ തന്നെയാണ്. ഇന്നും ബംഗാളിലും നടക്കുന്നത്, ബംഗ്ലാദേശിലും നടക്കുന്നതിൻ്റെയൊക്കെ ഒരു ബാക്കി പത്രം കൂടിയാണ്. അപ്പം ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം പിന്നെ ഇവിടെ നടക്കുന്നത് ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ പിന്നീട് നോക്കുമ്പോൾ കൃത്യമായിട്ട് ഈ സാധനങ്ങളെല്ലാം മനസ്സിലാവും. 1937 പിന്നീട് ഈ സാധനം അന്നത്തെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. 37 ഇത് വലിയ പ്രശ്നമാവുന്നത് 37 ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് മീറ്റിംഗ് കൂടിയപ്പോൾ അന്ന് ഔദ്യോഗികമായിട്ട് നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, മൗലാന ആസാദ് ഇവരടക്കം തീരുമാനിച്ചതാണ് തീരുമാനിച്ചത്. ഓക്കെ, 2 പേര് മതി, അത് വേണ്ട, ബാക്കിയുള്ളവർക്ക് അത് അസഹിഷ്ണുതയാകുന്നുള്ളത്. കാരണം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ദൈവങ്ങൾ നോക്കുകയാണെങ്കിൽ, ആരാധിക്കുന്നവർ നോക്കുകയാണെങ്കിൽ 2-3 തരത്തിലുണ്ട്. ഏകദൈവ വിശ്വാസികളുണ്ട്, ബഹുദൈവ വിശ്വാസികളുണ്ട്. ഇപ്പം മുസ്ലിംസും നോക്കുകയാണെങ്കിൽ മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, ജൂസ് ഇവരൊക്കെ ഏകമത വിശ്വാസികളാണ്. നോക്കുകയാണെങ്കിൽ ഹിന്ദു മതത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഒരുപാട് മൂർത്തികളുണ്ട്, ത്രിമൂർത്തികളുണ്ട്, മറ്റൊരുപാട് വിശ്വാസങ്ങളുണ്ട്. അപ്പം അതിനെ 2 തുല്യമായി കൊണ്ടുപോകുക എന്നുള്ളൊരു കോൺട്രാഡിക്റ്റഡ് വരുന്നുണ്ട്. അപ്പം അന്ന് ഇവർ അതിനെടുത്ത തീരുമാനം, ഓക്കെ, ആ ഫസ്റ്റത്തെ 2 വരി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ മലനിരകളുടെ
നമ്മളെ താഴ്വരകളെ, നമ്മളെ നദികളുടെ, നമ്മളെ ജോഗ്രഫിയെ, നമ്മളെ കൾച്ചറിനെ, ഇതിനൊക്കെ ആരാധിക്കുന്ന ഒരു പ്രകീർത്തിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. പിന്നീട് വരുന്ന സ്റ്റാൻസ് ആണ് ഈ പറഞ്ഞ പോലെ മറ്റു ദൈവങ്ങൾ പറയുന്നതും അവരെ എന്താ പറയുക ഇത്തരത്തിലുള്ള രീതിയിലോട്ട് പോകുന്നത്, അവരെ ബഹുമാനിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവരെ ദൈവമായി കാണുന്ന തരത്തിലുള്ള കോൺസെപ്റ്റുകൾ വരുന്ന ഭാഗങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബാക്കി വരുന്ന ഈ ഇപ്പോൾ മുസ്ലിംസിനെ സംബന്ധിച്ച് അവർ പറയുന്നൊരു വാക്കുണ്ട്, കുൽഹു അള്ളാഹു അഹദ്, ദൈവം ഏകനാണ്, അവന് വേറെ പങ്കുകാരില്ല, ഒരൊറ്റ ആളെന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഏകദൈവ വിശ്വാസമാണ് അവിടെ. ക്രിസ്ത്യൻസിനും സെയിം സാധനമാണ് അവിടെ. അവർക്ക് ബൈബിളിൽ പറയുന്ന ഈശോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവാണ് അവർക്ക് ഏകദൈവം എന്ന് പറയുന്നത്. ജൂതമതക്കാർക്കും തന്നെ മോശയാണ് അവരുടെ എല്ലാം. അപ്പം ഈ പറഞ്ഞ പോലെ ആ സാധനം നമ്മൾ അവിടെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള സാധനം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ BJP ചെയ്യുന്നത് നമുക്കറിയാം, ആ സാധനം അവിടെ കൊണ്ടുവരാനുള്ള കാരണം ഹിന്ദു കൺസോൾട്ടേഷൻ വെച്ചിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷേ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സാധനം ഇതുവരെ നടക്കാത്തൊരു സാധനമായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ ഈ സാധനം വിജയ് ചെയ്തു, അറിഞ്ഞോ അറിയാണ്ടെയോ കോൺഗ്രസും ഇതിൽ പെട്ടു എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത്. പേഴ്സണലി എല്ലാ മതക്കാരെയും റെസ്പെക്ട് ചെയ്യണം, ഒരു മതത്തിൻ്റെ പ്രത്യേക സാധനം അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഇതാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. മേ ബി ഇത് എൻ്റെ അറിവിൻ്റെ കുറവുകൊണ്ടായിരിക്കാം, പക്ഷെ ഇതുവരെയുള്ള ജ്ഞാനം കൊണ്ട് എൻ്റെ മനസ്സിലാക്കുന്നത്. പക്ഷെ ഞാനിതിൽ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം അവിടെ നമ്മൾ കണ്ടത് അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഇതിലൊരു മെസ്സേജിങ് ആണ്, ലീഗിന്റെ അടക്കം ഒരു മെസ്സേജിങ് ആണ്. നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിനൊപ്പമാണ്, രാഷ്ട്രത്തിനൊപ്പമാണ് എന്ന് കോൺഗ്രസിന്റെ ലീഗിന്റെ ഒരു മെസ്സേജിങ് ആണ് കഴിഞ്ഞ ദിവസം ആ വേദിയിൽ കണ്ടത്. അതുകൊണ്ടാണ് ധൈര്യസമേതം വേണമെങ്കിൽ അവർക്ക് ഒഴിവാക്കാമായിരുന്നു. ഇപ്പം പറയുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, ബംഗാളിൽ ഇത് പാടിയില്ല എന്നുള്ളതാണ്. അവരുടെ സത്യപ്രതിജ്ഞയിൽ സുവേന്ദു അധികാരിയുടെ, മോദിയുടെ, അമിത്ഷായുടെ പോലും ഉണ്ടായിരുന്ന വേദിയിൽ ഇത് പാടിയില്ല എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ പാടി കോൺഗ്രസ് അധികാരം മേടിക്കുമ്പോൾ. അപ്പം ഇവർക്കിടയിൽ എന്തോ ഡീലുണ്ട് എന്നൊക്കെയാണ് ഇതര രാഷ്ട്രീയ, ഇപ്പം മുഹമ്മദ് റിയാസിനെ പോലുള്ള ആളുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള CPM-കാരൊക്കെ വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ എനിക്കത് കാരണം ഇപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ, സാധാരണ ലീഗ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പം അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞിട്ട് പൊതുവെ അവരുടെ ഒരു രീതിയാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം മന്ത്രിമാരെല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ നാമത്തിൽ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ തുർക്കി തൊപ്പി പോലുള്ള തൊപ്പികൾ സാധാരണ പരമ്പരാഗതമായിട്ട് ലീഗ് ഉപയോഗിക്കാറുണ്ട്, അത് ഒഴിവാക്കി. അപ്പോൾ ദൈവം എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു കോമൺ നെയിമാണ്, എല്ലാവരും അഡ്രസ്സ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു മാറ്റം ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇപ്പം BRM ഷഫീർ, കോൺഗ്രസ് നേതാവ്, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരിക്കുകയാണ്. ദേശീയ ഗാനത്തെ പോലെ പ്രധാനപ്പെട്ടതാണ് രാജ്യത്തിന് ദേശീയ ഗീതവും. 1896 കൽക്കത്ത സമ്മേളനത്തിൽ ഇത് രവീന്ദ്രനാഥ് ടാഗോർ പൂർണ്ണമായും ആലപിച്ചാണ് സമ്മേളനം തുടങ്ങിയത്. 1805 രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര രാഷ്ട്രീയ മുദ്രാവാക്യമായി പാർട്ടി വന്ദേ മാതരം എന്നത് തെരഞ്ഞെടുത്തു. വന്ദേ മാതരവും ദേശീയ ഗാനവും ദേശീയ പതാകയും എന്തിന് ഇൻകുലാബ് സിന്ദാബാദ് എന്നതടക്കം കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്. ഭാരതഭൂമി ദൈവത്തെ പോലെ മഹത്തരം, ശോഭനവും പ്രൗഢവും എന്നതാണ് അർത്ഥവും ഉള്ളടക്കവും. അതിൽ അപരമത വിദ്വേഷമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സാധനം. അതിൽ ഏതെങ്കിലും ഒരു മതത്തെ പുറത്താക്കുന്ന വരികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതം മോശമാണെന്ന് പറയുന്നൊന്നുമില്ല. അതില് സ്ത്രീയെയാണ് നമ്മൾ ലോകത്തിലെ ഏത് ദേശീയ ഗാനമായിക്കോട്ടെ അല്ലെങ്കിൽ നാഷണൽ ആന്തമായിട്ട് എടുത്തു നോക്കിയട്ടെ, അതിൽ ഭൂമിയെ അല്ലെങ്കിൽ ലാൻഡിനെ സ്ത്രീയുമായിട്ട് സങ്കല്പിക്കുന്നത് വളരെ കുറവാണ്. ഇന്ത്യയിൽ പക്ഷെ അതുണ്ട് എന്നുള്ളതാണ് അതിന്റെ വ്യത്യാസം. ഈ ഗാനത്തിൽ ഉള്ളടക്കം മുഴുവൻ സ്ത്രീയാണ്. നല്ല 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 പർവ്വതങ്ങൾ, നല്ല വെള്ളം. ഇന്ത്യയിലും ഭൂമിയെ നമ്മൾ എന്താ പറയുക സ്ത്രീ ആയിട്ട് കാണുന്നത്, ഇതിലും ഭൂമിയെ അമ്മയായിട്ട്, അതായത് സൗന്ദര്യം മുഴുവൻ സ്ത്രീയിലേക്ക് ചാർത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഗാനത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് ഇപ്പൊ BRM ഷഫീർ പറഞ്ഞ പോലുള്ള അപരമത വിദ്വേഷം ഈ ഒരു പാട്ടിലില്ല. അപ്പോൾ ഇതൊരു അനാവശ്യമായി പോകുമോ? അതൊരു ഇപ്പൊ ദുർഗ എന്ന് പറയുന്നത് ഹിന്ദുവിസം സംബന്ധിച്ചിടത്തോളം ദുർഗ എന്ന് പറയുന്ന ദേവി റെപ്രസെന്റ് ചെയ്യുന്നത് അതായത് സ്ത്രീയുടെ ഒരു വികറായിട്ടുള്ള ദേശീയ രൂപമാണ്. അടിച്ചമർത്തപ്പെട്ട ഒരു സ്ത്രീ ഇറങ്ങി വന്ന് പോരാടാൻ ദേഷ്യപ്പെട്ട് ശക്തിയായിട്ട് വരികയാണെങ്കിൽ ആ ഒരു എനർജീനെ ഡിഫൈൻ ചെയ്യുന്ന പേരാണ് ദുർഗ. ഭയങ്കര വികറായിട്ടുള്ള. ഇപ്പോ ലക്ഷ്മി എന്ന് പറയുന്നത് പണവും ഐശ്വര്യവും പ്രോസ്പെരിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. സരസ്വതി ആയിക്കോട്ടെ ആർട്ടുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. പഠനം, നോളജ്, അറിവ്, സംഗീതം. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ദേവതകളാണ്. അപ്പൊ അതിന്റെ
ചെറിയ അംശങ്ങൾ ഈ വരികളിൽ കാണാനുണ്ട്. അതാണ് പലരും വലിയ എന്തോ ഒരു ഇഷ്യൂ ആക്കിയിട്ട് കാണുന്ന ഒരു കാര്യം. ഇപ്പൊ നമ്മൾ ഇതിലിപ്പം നമ്മുടെ റിയാസ് പറയുന്നത് ഇത് സെക്യുലറിസത്തെ തകർക്കും, നിരപേക്ഷതയെ തകർക്കും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ മതനിരപേക്ഷതയെ തകർക്കണം? ഇപ്പൊ നമ്മളുടെ നാഷണൽ മോട്ടോ, ദേശീയ മുദ്രാവാക്യം എന്താണ് ഇന്ത്യയുടെ? അത് സത്യമേവ ജയതേ എന്നുള്ളതാണ്. സത്യം മാത്രമേ വിജയിക്കുള്ളൂ എന്നുള്ളതാണ്. എവിടെ നിന്നാണ് ഇത് കടം കൊള്ളത്? അതൊരു സാൻസ്ക്രിറ്റ് ടേമാണ്, ഒരു മന്ത്രം. മുണ്ടക ഉപനിഷത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു സാൻസ്ക്രിറ്റ് മന്ത്രമാണത്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് റിയാസ് ഇതിനെതിരെയും പ്രതികരിക്കണം. ഈ സത്യമേവ ജയതേ എന്ന് പറയുന്ന ഈ ദേശീയ മുദ്രാവാക്യം അതൊരു മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അത് സെക്യുലറിസം തകർക്കും. അപ്പൊ അതുകൊണ്ട് മാറ്റി അല്ല, ഇത് മുണ്ടക ഉപനിഷത്ത് എന്ന് പറയുന്നത് എനിക്ക് നിങ്ങൾ സാധാരണ ആളുകൾ ഏത് മതമായിട്ടാണ് ബന്ധപ്പെടുത്തുക? നല്ല കാര്യങ്ങൾ ഏത് മതത്തിനെടുത്താലും റെസ്പെക്റ്റബിൾ. ഇതിൽ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ദേശീയ ഗാനത്തിൽ എന്താണ് നല്ലതല്ലാത്തത് പറയുന്നത് ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരും. എന്താണ് ഈ ഒരു വന്ദേ മാതരത്തിൽ നല്ലതല്ലാത്ത, യൂണിവേഴ്സൽ അല്ലാത്ത? പവാസ് പറഞ്ഞത് യൂണിവേഴ്സൽ ആയിട്ട് എല്ലാവർക്കും എല്ലാത്തിനെയും ഉൾക്കൊള്ളാന്നുള്ളതാണ്. വന്ദേ മാതരത്തിൽ യൂണിവേഴ്സൽ അല്ലാത്ത, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്ത്രീക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. നമ്മളിവിടെ സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ചും വുമൺ എംപവറിനെ കുറിച്ചൊക്കെ വലിയ വലിയ രീതിയിൽ സംസാരിക്കുന്നതാണ്. അടിമുടി പുരുഷ കേന്ദ്രീകൃതമേ അല്ല ഈ ഒരു വന്ദേ മാതരം എന്ന് പറയുന്ന ഒരു ഭാഗം. അത് അടിമുടി സ്ത്രീയുടെ ഇമ്മൻസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് സ്ത്രീ എന്ന് പറയുന്ന ഒരു എനർജിക്ക്, അതായത് ഫെമിനിൻ എന്ന് പറയുന്ന എനർജിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനെ ഒരു സങ്കുചിതമായ കാഴ്ചപ്പാടിൽ എതിർക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ എതിർക്കുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപകടം ചെയ്യുക വലിയൊരു അപകടം ചെയ്യും. കാരണം അത് കൂടുതൽ പോളറൈസ്ഡ് ആവും. അത് കൂടുതൽ BJPയെയും അതോടൊപ്പം തന്നെ സംഘപരിവാറിനെയൊക്കെ സഹായിക്കുന്ന ഒരു നിലപാടായിട്ട് മാറും. അതുകൊണ്ടാണ് BRM ഷഫീർ പറഞ്ഞത് വന്ദേ മാതരവും ഭാരത് മാതാ കി ജയും ജനഗണമനയും സംഘപരിവാറിന്റെയും BJPയുടെയും മാത്രം തറവാട് സ്വത്തൊന്നുമല്ല, അത് കോൺഗ്രസിന് കൂടി അവകാശപ്പെട്ടതാണ്. കാരണം കോൺഗ്രസിന്റെ യഥാർത്ഥത്തിലുള്ള മുഖമുദ്ര എന്താണ്? കോൺഗ്രസിന്റെ യഥാർത്ഥത്തിലുള്ള മുഖമുദ്ര എന്ന് പറയുന്നത് ദേശീയതയാണ്. ആ ദേശീയത ഏതോ ഒരു ഘട്ടത്തിൽ അവർക്ക് കൈമോശം വന്നപ്പോഴാണ് അതിന്റെ കച്ചവടക്കാരായിട്ട് ആര് വന്നത്? BJP വന്നത്. അപ്പോൾ അത് കോൺഗ്രസ് ഇപ്പം തിരിച്ചറിയുന്നു എന്നാണ് ഈ ഒരു വിഷയത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഞാനിതിൽ ആ 4 വരി എവിടെയാണ് ആ വിവാദപരമായ കാര്യങ്ങൾ എന്നുള്ളത് വരിക? 10 ആയുധങ്ങൾ ഏന്തിയ ദുർഗാദേവി നീയല്ലയോ, താമര വിതളുകൾ വികസിക്കുന്ന കമല, അതായത് ലക്ഷ്മി ദേവി നീയല്ലയോ, വിദ്യ നൽകുന്ന വാണി, അതായത് സരസ്വതി ദേവി നീയല്ലയോ, നിന്നെ ഞാൻ വന്ദിക്കുന്നു. ഇവിടെയാണ് ആ കോൺട്രാഡിക്റ്റ് വരുന്നത്, നിന്നെ ഞാൻ വന്ദിക്കുന്നു എന്നുള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇത് 3 ദൈവങ്ങളുടെ പേരായിട്ടാണ് വരുന്നത്. സിറ്റുവേഷൻ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിലും ദൈവങ്ങളുടെ പേരായിട്ടാണ് വരുന്നത്. അപ്പം മുസ്ലിംസിനെയും ക്രിസ്ത്യൻസിനെയും മറ്റ് ജൂസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏകദൈവ വിശ്വാസികളാണ്. അപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ ദൈവങ്ങൾ വരുന്നുണ്ട്. അവരെ ഞങ്ങൾ വന്ദിക്കുന്നു, മീൻസ് അവരെ വന്ദിക്കുകയാണ് ഇവിടെ. അപ്പം അത് അവരുടെ മതപരമായ കാര്യങ്ങൾക്ക് എതിരായിട്ട് വരുന്നു എന്നുള്ളതാണ് കോൺട്രാഡിക്റ്റ് ആയിട്ട് വരുന്നത്. സോ ദാറ്റ്സ് വൈ അന്ന് ഈ കാലത്ത് ഈ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ അവർ ഗാന്ധിജിയും പട്ടേലും നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസ് ഒക്കെ ഈ വിഷയത്തിൽ നിലപാടെടുത്തത് അങ്ങനെ. ലീഗ് എതിർപ്പുമായി ആദ്യം ആരാ വന്നത്? ആദ്യം വന്നത് ലീഗാണ് ഇതിൽ എതിർപ്പുമായിട്ട് വന്നത്. അതായത് ജിന്ന ഇതിന്റെ ആദ്യത്തെ 2 വരികൾ പോലും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ഇത് ഇന്ത്യയിലുള്ള മൊത്തം മുസ്ലിങ്ങൾക്കും ഇത് വിഷയമാണ് എന്ന് ആ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് മോശമാണ്. ഒരു സെക്ഷൻ ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ആളുകൾക്ക് അവരുടെ അഭിപ്രായം പറയാം. പക്ഷെ ഇത് രാജ്യത്തിലുള്ള എത്ര മുസ്ലിങ്ങൾക്ക് ഇത് അവർ പ്രശ്നമായിട്ട് കാണുന്നുണ്ട്? ഇപ്പം തന്നെ ആരും പ്രശ്നമായിട്ട് കാണുന്നില്ല. ഇപ്പം തന്നെ ലീഗുകാർ പോലും ഈ മുഹമ്മദ് റിയാസിന്റെ അഭിപ്രായത്തിന് താഴെ വന്നിട്ട് വെറുതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് നിൽക്കണ്ട. വന്ദേ മാതരം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഊർജ്ജമായിട്ട് എല്ലാവരും ഉൾക്കൊള്ളുന്ന വരികളാണ്. അതിൽ അനാവശ്യമായിട്ട് പലതും കാണാൻ ശ്രമിക്കേണ്ടതാണ് അവർ പോലും പറയുന്നത്. മുസ്ലിങ്ങൾ പോലും ഈ കാര്യത്തിന് എന്താ പറയുക, ഞാൻ പോലും കരുതുന്നില്ല ഒരാൾ പോലും ഇത് ഇത്ര വലിയ പ്രശ്നമായിട്ട് എടുക്കുന്ന, മുസ്ലിംസോ ക്രിസ്ത്യൻസോ. കാരണം നമ്മളിവിടെ അത്ര സെക്കുലർ ആയിട്ടുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ചാൻസ് അടക്കും. മുഹമ്മദ് റിയാസി സാധനം മുമ്പോട്ട് വെക്കുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, റിയാസി സാധനം കുത്തി പൊക്കുന്നു എന്നുള്ളത്. മറ്റേ ഈ സാധനം ആരടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള സാധനം. ഇപ്പൊ റിയാസിന്റെ ഭാഗത്ത് ഈ സാധനം കുത്തി പൊന്തിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് പൊന്തിച്ച ഒരാളവിടെ ഉണ്ടല്ലോ, കൊണ്ടുവന്ന ഒരാളുണ്ട് അവിടെ. ആ പറഞ്ഞ സാധനം കുത്തി പൊന്തിച്ചു എന്നുള്ളൂ റിയാസ് ചെയ്തതും തെറ്റാണ്. ആരാണോ ഇത് ഫോഴ്സ്ഫുൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നത് അവരുടെ ഭാഗത്തും തെറ്റുണ്ട്. സോ ഇതൊരാളും ഇത് ഫോഴ്സ്ഫുൾ. ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ജനഗണമന നമ്മളെല്ലാവരും സ്കൂളിൽ പാടിയതാണല്ലോ, ഫോഴ്സ്ഫുൾ ഇമ്പാക്ട് അല്ലേ ആണ്. അപ്പൊ അത് ഇപ്പൊ നമ്മള് കുട്ടികൾക്ക് അപ്പം രാഷ്ട്രഗാനല്ലേ? അല്ല, അതാണ് ഇത് ദേശീയ ഗാനമാണ്. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ അതിനെ ഫോഴ്സ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിലിപ്പം പ്രോട്ടോകോളില്, കേന്ദ്ര സർക്കാരിന്റെ പ്രോട്ടോകോളിൽ പറയുന്നത് എന്താണ്?
ഔദ്യോഗിക ചടങ്ങുകളിൽ, ഗവൺമെന്റിന്റെ ചടങ്ങുകളിൽ, പ്രത്യേകിച്ചും ഗവർണർമാരുള്ള ചടങ്ങുകളിൽ ഇത് പാടണം എന്നുള്ളതാണ് അതിൽ എന്ത് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ കുറ്റക്കാരാക്കി കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും VD സർക്കാരിനെയും കോൺഗ്രസിനെയാണ് ഇതിൽ ഈ കുറ്റക്കാരൻ. കാരണം എന്തിനാണ് കോൺഗ്രസ് ഇത്, അവർക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യായിരുന്നു, എന്തുകൊണ്ട് കട്ട് ചെയ്തില്ല? അതാണ് നമ്മുടെ ചോദ്യം. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത് കട്ട് ചെയ്യാതെ UDF ഇത് പാടിക്കോട്ടെ എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് എത്തിയത്? ഇതേ വിഷയം കോടതിയിൽ പലവട്ടം സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. സുപ്രീം കോടതി എന്ന് പറഞ്ഞത് ഒരിക്കലും ധാരാളം മേലിൽ നിർബന്ധിച്ച് ചെല്ലിപ്പിക്കാനോ സ്കൂളുകൾ പ്രാവർത്തികമാക്കാനോ പാടില്ല എന്നാണ് അന്ന് സുപ്രീം കോടതി പറഞ്ഞത്. ഇത് മാത്രമല്ല, നമ്മുടെ മൗലിക അവകാശങ്ങൾ നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 51A പ്രകാരം എന്താ പറയുക, ജനഗണമന, അതായത് ദേശീയ പതാക ബഹുമാനിക്കണം, അതിൽ ദേശീയ എംബ്ലംസ് ഇതൊക്കെ റെസ്പെക്ട് ചെയ്യണം എന്നാണ്. അവിടെ ഈ സാധനം മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഇത് നമുക്ക് ഫോഴ്സ്ഫുള്ളി, ഭരണഘടന പ്രകാരം ഈ സാധനം ഒരാളെ മേൽ ഫോഴ്സ്ഫുള്ളി ഇമ്പാക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം അത്തരത്തിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരാൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിർബന്ധമാണെന്ന് പറയുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ഒന്നല്ലെങ്കിൽ സാധനം അവർ തിരുത്തണം. ഭരണഘടനയിൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ 1950 കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയില് രാജേന്ദ്ര പ്രസാദാണ് അതെ ഏറ്റവും ആദ്യം ഈ നമ്മളെ നാഷണൽ ആന്തത്തിനെ പോലെ തന്നെ തുല്യ പ്രാധാന്യം അത് ഈ രണ്ടേ അതേയുള്ളൂ വന്ദേ മാതരത്തിന് വേണമെന്ന് പറഞ്ഞത്. രണ്ട് വരികളാണ് എന്ന് പറഞ്ഞത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലീഗ് എതിർപ്പുമായിട്ട് വന്നു. അപ്പൊ ലീഗിന്റെ എതിർപ്പിനെ എന്താണ് മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ അങ്ങനെ എതിർപ്പിനെ മറികടന്നു കഴിഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കുക? അവിടെ സംഭവിക്കുന്നത് ഒരു കലാപ അന്തരീക്ഷം ഉണ്ടാകും. അപ്പൊ ഇവിടെ മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ് ടാഗോറൊക്കെ ആദ്യം മുഴുവനായിട്ട് പാടിയ, ഇന്ത്യ മുഴുവൻ ഉൾക്കൊണ്ട ഒരു സാധനത്തെ മറ്റുള്ളവരുടെ എതിർപ്പിനെ മനസ്സിലാക്കി അതിനെ മാനിച്ചുകൊണ്ട് ഒരു കലാപത്തിനും ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലേക്കും പോകണ്ട എന്ന് അവർക്ക് മനസ്സിലാക്കി അവർ യഥാർത്ഥത്തിൽ സഹിഷ്ണുതാപരമായിട്ടുള്ള വളരെ മികച്ചൊരു നിലപാട് അവർ സ്വീകരിച്ചു എന്നുള്ളതാണ്. നിലവിൽ പക്ഷേ സാഹചര്യം മാറി ഇത് എന്താണ് മുഴുവനായിട്ട് പാടണം എന്ന് പറയുന്നൊരു സ്ഥിതിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള, ഇപ്പോൾ ഫവാസ് പറഞ്ഞ അത്തരം കാര്യം കോടതിയുടെ നിയമപരമായിട്ടുള്ള വശങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ എന്തിനാണ് VDക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കണം കേട്ടോ, അത് പറ്റില്ല എന്ന് പറയായിരുന്നില്ല. എന്തുകൊണ്ട് കോൺഗ്രസ് ഈ സാധനം കൊണ്ടുവരുന്നുണ്ടായിരുന്നില്ല? അല്ല, അപ്പോഴാണ് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കി സംസ്ഥാനങ്ങളിലൊന്നും ഈ സാധനം ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് ആയാലും അല്ലെങ്കിൽ DMK ആയാലും പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികളായാലും ഇതുപോലെ സെക്യുലറിനെതിരായിട്ട് വരുന്ന ഒരു സാധനം അവർ അക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു. അത്തരത്തിൽ ഈ സാധനം ഞാനും കാണുന്നുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിവിടെ ചെല്ലി എന്നുള്ളത് സാധനമാണ്. അതുകൊണ്ട് റിയാസ് അടക്കമുള്ള പാർട്ടിക്കാർ ഉന്നയിക്കുന്നത് കോൺഗ്രസ് അവരുടെ സെക്യുലർ സ്വഭാവത്തിൽ നിന്ന് മാറി പോകുന്നുണ്ടോ എന്നുള്ളൊരു സംഭവമാണ്. എന്താണ് ഈ സെക്യുലറിസം? സെക്യുലറിസം എന്ന് പറയുന്നത്, ഇപ്പോൾ മഹാത്മാഗാന്ധിയിലെ ദൈവത്തിന് മതമൊന്നുമില്ല, ദൈവത്തിന് മതമില്ല, ദൈവത്തിന് നിറമില്ല. ദൈവം എന്ന് പറയുന്നത് ഒരു ഒറ്റ സിംഗിൾ എനർജിയാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ വേണമെങ്കിൽ ആ വിശാല അടിസ്ഥാനത്തിൽ കാണാം. ഇപ്പം ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ലക്ഷ്മി എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? പണം, അഭിവൃദ്ധിയാണ്. എന്താണ്, ഹിന്ദുവിന് പണം വേണം, അഭിവൃദ്ധി വേണം. ക്രിസ്ത്യാനിനും പണവും വേണം, അഭിവൃദ്ധിയും വേണം. ഇസ്ലാമിനും പണവും അഭിവൃദ്ധിയും വേണം. ആരെയും ഒഴിച്ചു നിർത്തുന്നില്ല. അതോടൊപ്പം തന്നെ സരസ്വതി എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സരസ്വതി റെപ്രസെന്റ് ചെയ്യുന്നത് നോളജിനെയാണ്, അറിവിനെയാണ്, ആർട്ടിനെയാണ്, സംഗീതത്തെയാണ്. ഇതെല്ലാവർക്കും വേണ്ടൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ ദുർഗ എന്ന് പറയുന്നത് സ്ത്രീയുടെ ഒരു വിഗറായിട്ടുള്ള, അടിച്ചമർത്തപ്പെട്ട ഒരു സ്ത്രീ ഉണർന്നു പ്രവർത്തിക്കുമ്പോൾ അവളിൽ ഉണ്ടാകുന്ന ഒരു എനർജീനെ വിളിക്കുന്ന ഒരു ഫോമിന്റെ പേരാണ് ഈ ദുർഗ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു യൂണിവേഴ്സാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന അംശങ്ങൾ യഥാർത്ഥത്തിൽ ഇതിലുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ടാണ് BRM ഷഫീർ പോലും പറഞ്ഞത് അപരമത വിദ്വേഷം. നമ്മൾ യഥാർത്ഥത്തിൽ ശരിക്കും ഒന്നിനെ സൂക്ഷ്മമായിട്ട് പരീക്ഷിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും മതത്തെ വിദ്വേഷപരമായിട്ടോ വേണ്ടാത്ത രീതിയിലോ ചിത്രീകരിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളെ ഒരു സഹിഷ്ണുതാപരമായിട്ട് സ്വീകരിക്കുന്നതിൽ എന്താണ് കുഴപ്പം? അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ എന്തിനാണ് മുഹമ്മദ് റിയാസ് ഇതെടുത്തിട്ട് പറഞ്ഞേ എന്നുള്ളതാണ് ചോദ്യം. ഞാനതിൽ മനസ്സിലാക്കുന്നത് എന്താണ്, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ എന്തെങ്കിലും ഒരു ജെനുവിനിറ്റി ഇതിലുണ്ടോ എന്നുള്ളത് നമുക്ക് എനിക്ക് തീരെ തോന്നുന്നില്ല. PM ശ്രീ ഒപ്പിട്ടപ്പോൾ SFI ഒച്ചപ്പാടുണ്ടാക്കാൻ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? അവരുടെ പിണറായി വിജയൻ തന്നെ ആരോടും പറയാണ്ട് പോയിട്ട് ഒപ്പിട്ടതാണ്. എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പം കംപ്ലീറ്റ്ലി ന്യൂനപക്ഷങ്ങൾ, ക്രിസ്ത്യൻ ന്യൂനപക്ഷവും മുസ്ലിം ന്യൂനപക്ഷവും കുറേയധികം ഹിന്ദുക്കളും പാർട്ടിക്കാർ പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു CPM-ന്. അതിൻ്റെ വല്ലാത്ത വിഷമമുണ്ട്. അപ്പം അങ്ങനെ പല രീതിയിൽ
ആ നഷ്ടപ്പെട്ട വോട്ടുകളെ എങ്ങനെ തിരിച്ചു പിടിക്കാമെന്നതിൻ്റെ ശ്രമമായിട്ടാണ് ഒരു പക്ഷേ ഈ കുത്തിത്തിരിപ്പുമായിട്ട് വരുന്നത് എന്നാണ് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുക. എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ, എൻ്റെ മനസ്സിലാക്കലിൽ ഈ വന്ദേ മാതരത്തിൻ്റെ മുഴുവൻ വരികൾ എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാവായിട്ടുള്ള BRM ഷഫീർ ഇപ്പം പറഞ്ഞ പോലെ ഇതിലെവിടെയും അപരമത വിദ്വേഷമില്ല. ഇതിൽ ദേശീയതയുടെ വലിയ വികാരം ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സാലിറ്റി കൺസെപ്റ്റ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല അട്ടിമുടി ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്ത്രീക്കാണ്. ഇതൊരു പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള സോങ്ങേ അല്ല ഈ വന്ദേ മാതരം എന്ന് പറയുന്നത്. എന്താണ് മാർക്സിസ്റ്റ് ഫിലോസഫി? മാർക്സ് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പോരാടണം, സ്ത്രീകളെ അടിച്ചമർത്തുന്ന എന്തിനേയും എതിരെ നമ്മൾ പോരാടണം എന്നൊക്കെയാണ് മാർക്സിസത്തിന്റെ പോലും ഫിലോസഫി. ഈ ഹൈറാർക്കിക്കെതിരെ പോരാടണം എന്നുള്ളതാണ്. ഇതിൽ അടിമുടി പുരുഷ കേന്ദ്രീകൃതമല്ല, സ്ത്രീക്കാണ് ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീ വാളും പരിചയമായിട്ട് എന്താണ് ഉണർന്നെഴുന്നേക്കും എന്നൊക്കെ പറയുന്ന അത്തരം ഇമേജറിയാണ് ഈ സോങ്ങിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അപരമത വിദ്വേഷമില്ല. മറ്റേതെങ്കിലും ഈ നാട്ടിലെ 99.9% ന്യൂനപക്ഷങ്ങൾക്കും ഈ പാട്ട് ഏതെങ്കിലും രീതിയിൽ വിഷയമാകുമെന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എതിരഭിപ്രായങ്ങൾ ഉയർത്താനും ഉള്ള എല്ലാ സ്വാതന്ത്ര്യവും ഈ നാട്ടിലുണ്ട്. അതിനെതിരെ നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇതിന്റെ മുഹമ്മദ് റിയാസ് ഇത് ഉന്നയിക്കുമ്പോൾ അതിന്റെ ജെനുവിനിറ്റി തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കാരണം PM ശ്രീ ആരും പറയാണ്ട് ഒപ്പിട്ടപ്പോ വായും പൂട്ടി മിണ്ടാതിരുന്ന ആളാണ്. അന്നില്ലാത്തവർക്കാണ് ഇപ്പൊ ഈ പ്രശ്നം വരുന്നത് എന്നുള്ളതാണ്.